ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നേ ഒരു ഈസി ലഞ്ചാ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ലഞ്ചാ. ഇന്ന് എനിക്ക് കുറെ യൂട്യൂബിന്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലേറ്റായി ലഞ്ച് പ്രിപ്പറേഷന്. ഇത് ഒരു 3-4 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച വൻപയർ. ഇത് ബ്ലാക്ക് ഐ ബീൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ നാടൻ ഭാഷയിലെ വൻപയർ. അത് കുതിർത്ത് നല്ല പരുവത്തിനായി ഇരിക്കുവാണ്. ഇതിന്റെ കൂടെ നാട്ടിലൊക്കെ എന്റെ ചെറുപ്പത്തിലെ ഇതെല്ലാം കൂടെ ഇട്ട് ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കുമേ. ഇത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ ഈ പച്ച ഏത്തയ്ക്ക ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ഇതും കൂടെ ഇട്ട്, ഇതിനകത്ത് ചേനയൊക്കെ വേണ്ടിയവർക്ക് ചേനയൊക്കെ ചേർക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത് രണ്ടും കൂടെ ഇട്ടാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു കറി പോലെ ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയും വെക്കുക. ഇപ്പം ബീഫോ ഫിഷോ എന്ത് വേണേലും കൂട്ടി വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഈ പുഴുക്ക് കൂടുതൽ എടുത്തോണ്ട് ഒരു കുറച്ച് റൈസ് ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഇത് ഞാനൊന്ന് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഇത് കഴുകി എടുത്തിട്ട് ഈ പയറിന്റെ കൂടെ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് ചെത്തി എടുക്കട്ടെ. അപ്പൊ ഇത് ഞാൻ 2-3 പ്രാവശ്യം കഴുകി എടുത്ത് ഇതിന്റെ കറയൊക്കെ പോകാൻ ഇത് ഈ പയറിന്റെ കൂടെ ഈ ഏത്തയ്ക്ക കഴുകി എടുത്തത് ഇടാം. ഇതിനകത്ത് ചേമ്പ് കപ്പയാണെങ്കിലും ഇടണേലൊക്കെ നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോ ഹെൽത്തി ആയിട്ട് വെക്കുന്നതുകൊണ്ട് കപ്പയും ചേമ്പും ഒന്നും ചേർക്കുന്നില്ല. ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ വെള്ളം ചേർക്കണേ. അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു, 1 കപ്പ് വെള്ളം ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്ക് ഒരുപാട് മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം വേണ്ട. ഇനി ഞാൻ ഇത് ഒന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വന്നാൽ മതിയേ. അപ്പൊ ഇനി പുഴുക്കിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാന് അരമുറി തേങ്ങ തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ പച്ചമുളകിന് പകരം ഉണക്ക കാന്താരിയാണ് ചേർക്കുന്നത്. അത് ഇവിടെ UK ഉണ്ടായ കാന്താരിയാണ്, അത് ഉണങ്ങിയതാണ്. അതും ഇതിൻ്റെ കൂടെ പയറ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ലവണ്ണം വെളുത്തുള്ളി വേണം. ഞാൻ വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂണ്. നിങ്ങൾക്ക് ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് പയറും കായും കൂടെ വേകുമ്പോൾ എന്തെങ്കിലും കളറൊക്കെ വേണം, കുറച്ചുകൂടി ഇട്ടു. അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ. ഇതിന്റെ കൂടെ ഒരു കുറച്ച് മുഴുവനെയുള്ള കുരുമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ് കുരുമുളക് ചേർക്കുമ്പോൾ. അപ്പൊ ഈ അരപ്പ് വേകാൻ വേണ്ടി നമുക്ക് ഒന്ന് കുറച്ച് നേരം ആവിയിൽ വെക്കാം. ഇതിന് കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പൊ നമ്മുടെ പയറും ഏത്തക്കായും ഒക്കെ വെന്തിരിപ്പുണ്ട്. ഇത് ഇളക്കാനുള്ള സൗകര്യത്തിന് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് ആവിയില് വെന്തെടുക്കണം. അപ്പൊ നമ്മുടെ പുഴുക്ക് ഏത്തക്ക ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ചു കളഞ്ഞില്ല. പയറ് ആണ് കൂടുതൽ ഒന്ന് ഉടയേണ്ടിയത്. ഇത് ഇങ്ങനെ കഞ്ഞിക്കും ഒക്കെ ഇത് കൂട്ടാമേ. ഞാനിതിപ്പം സെപ്പറേറ്റ് ഇതൊരു ഹെൽത്തി ഒരു പുഴുക്കായിട്ട് ഉണ്ടാക്കി ഇതിന്റെ കൂടെ കറി കൂട്ടി കഴിക്കുവാണ്. ഇതിന്റെ കൂടെ കറി ഒന്നും ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം പിള്ളേർക്ക് കൂടെ വേണ്ടിയോണ്ട് ഞാൻ കുറച്ച് ബീഫ് കറി വെച്ച് ഇതിന്റെ കൂടെ. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഒരു ചെറിയ വറവലിടുന്നുണ്ട്. അത് ഒരു 1/2 ടേബിൾ സ്പൂണാ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 2 മുളക് മുഴുവനുള്ള മുളക് ഇതിനകത്തൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഈ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. ഈ വറവലിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം, ആവി പോകാതെ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയും കൂടെ വെക്കുന്നേ. അപ്പൊ 1/2 കിലോ ബീഫേ ഉള്ളു, അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക്
ഞാൻ 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാശ്മീരിയാണ്, അതുപോലെ ഗരം മസാല, മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ മറന്നുപോയി, കുറച്ച് നമ്മൾക്ക് പെപ്പർ പൗഡർ കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ചേർക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തിട്ട് ഇത് ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് വേണോ. ഇത് പച്ചയ്ക്ക് പൊടി ചേർക്കുന്നതിനെക്കാട്ടി എപ്പോഴും ബീഫും മട്ടനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിടുന്നതാണ് ടേസ്റ്റ്. ഈ മൂത്ത പൊടികളെ ഈ ബീഫിലേക്ക് ഇടാം. ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിനകത്ത് പൊടികളെല്ലാം ഇതിനകത്തേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങാക്കൊത്ത് മൂപ്പിച്ചും ചേർക്കാൻ ഞാനിപ്പം എളുപ്പത്തിൽ വെക്കുവായതുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു 1/2 കപ്പ് വെള്ളം. ഇപ്പൊ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് ഉപ്പും ചേർത്ത് ഇനി ഇത് നമുക്ക് അടച്ചു കൊടുത്ത് ഒരു 3 വിസിലിന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ബീഫ് 4 വിസിൽ അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രഷർ പോകാന്. അത് കഴിഞ്ഞ് നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പൊ അതിന് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പേ വെച്ച് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 വലിപ്പമുള്ള സവോള നീളത്തിൽ അരിഞ്ഞത് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ എപ്പോഴും ചേർക്കുമ്പോൾ സൂക്ഷിച്ചേ ഇടാവൂ. ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വഴലട്ടെ. ഈ സവോള ഒന്ന് വഴലാന് ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പം വേഗം വഴന്നു വരും. സവോള മുക്കാലും വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയൂടെ ചെറുതായിട്ട് അരിഞ്ഞതൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം മസാലയൊക്കെ ചേർത്താണ് ഇറച്ചി വേഗം വെച്ചത്. എങ്കിലും കുറച്ച് ഗ്രേവിക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അടച്ചു കൊടുക്കാം, വേഗം വഴന്നു കിട്ടട്ടെ. ബീഫ് 4 വിസിൽ അടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് പ്രഷർ പോയപ്പോ നോക്കിയപ്പോ അത് വെന്തിട്ടില്ല. ഇനി വീണ്ടും ഒരു 2 വിസിലിനോടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്തു, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടു. അത് വീഡിയോയിൽ വന്നിട്ടില്ല. 2 ടീസ്പൂണോടെ മല്ലിപ്പൊടി ചേർത്തു. അതുപോലെ കുറച്ച് ഗരം മസാല ചേർത്താ വെച്ച് വീണ്ടും ഒരു കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. അപ്പം ഇതെല്ലാം നിങ്ങൾ ഓർക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലല്ലോ എന്ന്. ഞാൻ ലാസ്റ്റിൽ എൻ്റെ അടുത്ത് പൊടിയായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഇഞ്ചിയുടെ പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളിയുടെ പൗഡർ, ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ്. ഓരോ ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് ഇതൊന്ന് മൂക്കട്ടെ. ഇനി നമ്മളെ പ്രഷർ പോയപ്പം കുക്കർ തുറന്ന് ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മസാലയിലേക്ക്. ഇപ്പം വേണം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാന്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഗ്രേവിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഗ്രേവി വേണം, ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ്.